വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളാണ്. നമുക്ക് വളരെ പരിചിതമായ വേദഭാഗമാണ്. പ്രത്യേകിച്ച് വായിച്ച് കേട്ടതുകൊണ്ട് വീണ്ടും ഞാൻ വായിക്കുന്നില്ല. ഒരു വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. രാജാവ് തൻ്റെ വലത്തുള്ളവരോട്, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, ലോകസ്ഥാപനത്തിന് മുന്നിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങളെന്നെ ചേർത്തുകൊണ്ടു. നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, നിങ്ങളെന്നെ കാണുവാൻ വന്നു. തടവിലായിരുന്നു, നിങ്ങളെൻ്റെ അടുക്കൽ വന്നു. അതിന് നീതിമാന്മാർ അവനോട്, കർത്താവേ, ഞങ്ങളെപ്പോൾ നിന്നെ വിശന്ന് കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ച് കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു? ഞങ്ങളെപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്ത് കൊള്ളുകയോ നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു? നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിൻ്റെ അടുക്കൽ വന്നു എന്ന് ഉത്തരം പറയും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ മധ്യത്തിൽ ഞങ്ങളിൽ ഒരുവനായി എഴുന്നള്ളുന്ന ദൈവമേ, നിൻ്റെ സന്നിധിയിൽ അടുത്തു വരുന്ന ആരെയും തള്ളിക്കളയാത്ത ദൈവം അവിടുന്നാകുന്നു. ഇതാ ഞങ്ങൾ തിരുമുമ്പാകെ അടുത്തു വരുന്നു. ഞങ്ങളുടെ ഉള്ളിലേക്ക് അവിടുന്ന് കടന്നു വന്ന് ഞങ്ങളുടെ ജീവിതത്തെ സ്പർശിച്ച് രൂപാന്തരപ്പെടുത്തി കർത്താവിൻ്റെ മഹത്തായ സാക്ഷികളായിരിക്കാൻ സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോടെ കേൾക്കണമേ. നാം ഈ ദൈവാലയത്തെ വളരെ മനോഹരമായി രൂപാന്തരപ്പെടുത്തുകയുണ്ടായി. ഇതിൻ്റെ പ്രാരംഭ നില മനസ്സിലാക്കിയിട്ടുള്ള എല്ലാവർക്കും ഇപ്പോൾ വന്നിട്ടുള്ള ഈ വലിയ വ്യത്യാസം ഏറ്റവും സന്തോഷകരവും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അനുഗ്രഹകരവും ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവാലയം പുതുക്കുന്നത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ആലയത്തിനുള്ളിൽ വരുന്നവരുടെ പുതുക്കം. ഈ ദൈവാലയത്തിൻ്റെ അകവും പുറവും സ്ട്രക്ചറൽ റിന്യൂവൽ വളരെ ഭംഗിയായി നടത്തുവാൻ നമുക്ക് കഴിഞ്ഞു. കുറേ $1 മില്യൺ ചിലവായി കാണും. എന്നാൽ ഈ ദേവാലയത്തിൽ വന്നുകൂടിയിരിക്കുന്ന നമ്മളുടെ ഇൻറ്റേർണൽ ട്രാൻസ്ഫർമേഷൻ എത്ര ഡോളർ കൊടുത്താലും സാധിക്കുന്നതെന്നല്ല. നാം വിചാരിച്ചാൽ മാത്രമേ അത് സാധ്യമായി തീരുകയുള്ളൂ. അതുകൊണ്ട് ഈ ദേവാലയം ഇത്രയും പണം മുടക്കി ഇത് പണിയുകയും പുനർനിർമ്മാണം ചെയ്യുകയും ഒക്കെ ചെയ്തത് എന്തിനെന്ന് ചോദിച്ചാൽ, for the internal transformation of those who attend, those who enter into the church. And you have made your windows beautiful by so many episodes in the life of Jesus Christ, I believe. ഒരിക്കലെ ഒരു ദൈവാലയത്തിലെ ഒരു അമ്മയും കുഞ്ഞും കൂടെ ആരാധനയ്ക്ക് പോയിരുന്നു. ആ ദൈവാലയത്തിൽ ഇതുപോലെ ധാരാളം ചിത്രങ്ങളുണ്ട്. എല്ലാം വിശുദ്ധന്മാരുടെ ചിത്രങ്ങളാണ്. The paintings of church fathers, saints of the church. അതിൻ്റെ അകത്തൂടെ പ്രകാശം ഇങ്ങോട്ട് കടന്നു വരുന്ന സമയത്ത് ആ കുഞ്ഞ് അമ്മയോട് ചോദിച്ചു, "What is that? Why have you kept these figures, the pictures there?" അമ്മ പറഞ്ഞ മറുപടി, "They are the saints who shed light to us. They are the saints who shed light to us." അതുപോലെ ഈ കണ്ണാടി ജനാലയുടെ ഉള്ളിലിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം we are called to be the saints to shed light around.
നമ്മുടെ ചുറ്റുപാടും പ്രകാശം പരത്തുന്നതിന് വേണ്ടി നാം വിളിക്കപ്പെട്ടവരാണ്. ഈ വലിയൊരു ഓർമ്മ നിങ്ങൾക്കുണ്ടായിരിക്കണം. നിങ്ങളെ അത് ഓർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത്ര ദൂരം കടന്നിവിടെ വന്നിരിക്കുന്നത്. യു ആർ ദ സെയിൻസ് ടു ഷെഡ് ലൈറ്റ്സ് അറൗണ്ട്. ഈ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം വളരെ രസകരവും അർത്ഥവത്തുമായ ഒരു അധ്യായമാണ്. ചാപ്റ്റർ 25 ഓഫ് സെയിന്റ് മാത്യു. ഇഫ് യു റീഡ്, യു വിൽ ഫൈൻഡ് 3 parables. The first one is the parable of 10 virgins. 10 കന്യകമാരുടെ ഉപമയാണ്. ഇത് നമ്മുടെ ലിറ്റർജിയിൽ ഉപയോഗിക്കുന്നുണ്ട്. എപ്പോഴാണ് ആർക്കെങ്കിലും പറയാം? നമ്മുടെ ഒരു ശുശ്രൂഷയിൽ ഈ 10 കന്യകമാരുടെ ഉപമയുള്ള വേദഭാഗം ഏവെങ്കിലുമായിട്ട് വായിക്കുന്നു. സ്ത്രീകളിലും അറിഞ്ഞിരിക്കണം. നിങ്ങളെ കുഴിച്ചിടുമ്പോൾ ഇതാ വായിക്കുന്നത്, പുരുഷന്മാരെ കുഴിച്ചിടുമ്പോൾ വേറെയാണ് വായിക്കുന്നത്. എന്തുകൊണ്ടാണെന്നൊന്നും എന്നോട് ചോദിച്ചേക്കരുത്. എന്നാൽ സ്ത്രീകളെ കുഴിച്ചിടുമ്പോൾ ഈ 10 കന്യകമാരുടെ ഉപമയാണ് വായിക്കുന്നത്. മനോഹരമായ ഉപമ നിങ്ങൾക്കറിയാം. അത് കഴിഞ്ഞാൽ പിന്നീട് നാം കാണുന്നത് താലന്തുകളുടെ ഉപമയാണ്. ദ പാരബിൾ ഓഫ് ദ ടാലൻസ്. യേശുക്രിസ്തു പറഞ്ഞ മനോഹരമായ രൂപമാണ് താലന്തുകളുടെ ഉപമ. അതിനുശേഷമാകുന്നു ഈ ആടുകളെ വേർതിരിക്കുന്ന ന്യായവിധിയുടെ ഉപമ പറയുന്നത്. ഈ 3 ഉപമകളിലൂടെയും യേശുക്രിസ്തു പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, there is joy in heavens when one enters into the heaven. And we have a God who accepts anybody and everybody who accepts God as Lord and Savior. There is an acceptance and a rejection. മനുഷ്യ ജീവിതത്തിലെല്ലാം നാം എപ്പോഴും കടന്നു പോകുന്ന ഒന്നാണ് acceptance and rejection. Either you accept or you reject. നമ്മൾ ഈ ഉപമ നോക്കുന്ന സമയത്ത് ഈ ദൈവം, അല്ലെങ്കിൽ ഇവിടെ ദൈവത്തിൻ്റെ കൺസെപ്റ്റാണ് പറഞ്ഞേക്കുന്നത്. ദൈവം ആരെയും തള്ളിക്കളയുന്നില്ല. പിന്നെ ദൈവരാജ്യത്തെ നാം ഓരോരുത്തരും നമ്മുടെ പ്രവർത്തനം കൊണ്ട് തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. 10 കന്യകമാരുടെ ഉപമയിൽ നാം കാണുന്നുണ്ട്. 5 കന്യകമാർ മണവാളനോടുകൂടെ പ്രവേശിച്ച് മണവറയിൽ സന്തോഷിക്കും. മറ്റേ 5 കന്യകമാർ ഇരുട്ടിൽ വെളിച്ചത്തിനായി തപ്പി നടക്കും. They opted out when the 5 virgins opted in, because they had what is needed in their hand, the oil, the burning light. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഈ ദൈവവുമായിട്ടുള്ള സംസർഗത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെടുത്തി കളയരുത്. നമ്മുടെ ബുദ്ധികേട് കൊണ്ട്, നമ്മുടെ ഒരുക്കമില്ലായ്മ കൊണ്ട്, നമ്മുടെ ഉറക്കം കൊണ്ട് we should not miss the most joyful kingdom of God. താലന്തുകളുടെ ഭൂമിയിൽ ഇതിനാ സംഭവിച്ചത്. യജമാനൻ 5, 3, 2 താലന്തുകൾ കൊടുത്തു. 1 താലന്ത് കൊടുത്തവനോട് 10 കൊണ്ടുവരണമെന്ന് പറഞ്ഞില്ല. He should have made 2, like the person who multiplied the 2 or 5. Instead of that, he buried the talents. And the master came. ദുഷ്ടനും മടിയനുമായ ദാസനെ എന്ന് പറഞ്ഞവനെ പുറത്തേക്ക് തള്ളുക ചെയ്ത്. നമ്മുടെ ജീവിതത്തിൽ നാം ആരും അങ്ങനെയുള്ള പേര് കേൾക്കുന്നില്ല. ദുഷ്ടനും മടിയനുമായ ദാസനെ എന്ന പേരിന് അർഹനാകരുത്. വി ഷുഡ് നോട്ട് ബി ത്രോൺ ഔട്ട്, ബട്ട് വി ഷുഡ് ബി കോൾഡ് ഇൻ. ആ താലന്തുകളെ ശരിയായ രീതിയിൽ വിനിയോഗിച്ചില്ല. He could have put in the bank and added some more money. He could have traded with that. ഈ ജീവിതത്തെ നാം ആരും വെറുതെ വെച്ചുകൊണ്ടിരിക്കരുത്. Life God has given us to be traded.
We should multiply the goodness within us, the goodness around us. സൃഷ്ടിപ്പിൽ തന്നെ ദൈവം പറഞ്ഞു, എല്ലാം സൃഷ്ടിച്ചതിന് ശേഷം, മനുഷ്യരെ സൃഷ്ടിച്ചതിന് ശേഷം ഇതിനെയൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പറഞ്ഞു. മൾട്ടിപ്ലൈ, ഭൂമിയിൽ കൃഷി ചെയ്യണം. എന്നാൽ മടിയനായ മനുഷ്യൻ, ഇൻസ്റ്റെഡ് ഓഫ് ഇൻക്രീസിങ്, ഹി കെപ്റ്റ് അണ്ടർ ദ എർത്ത്. ഒരു വളർച്ചയല്ല, ഒരു തളർച്ചയാണ്, ഒരു മുരടിച്ച ഒരനുഭവമാണ്. നമ്മുടെ ജീവിതം ഒരിക്കലും ഒരു മുരടിച്ചതായിത്തീരരുത്. എപ്പോഴും അത് ഇങ്ങനെ തളിർത്തതായിരിക്കും. ഈ മന്ത് ഞാൻ അമേരിക്കയിലെ ചില സ്റ്റേറ്റുകളിലൂടെയൊക്കെ പോയി. മിക്കവാറും എല്ലായിടത്തും തന്നെ ഇറ്റ് ഈസ് എ സ്പ്രൗട്ടിങ് സീസൺ. ചെടികളെല്ലാം ഇങ്ങനെ മുളച്ചു വരുന്നതായിട്ടുള്ളൊരവസരമാണ്. എ ജോയ്ഫുൾ സീസണാണ്. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്കൊരു ജോയ് ആയിരിക്കും. നമ്മളെ കാണുന്നത്, നമ്മളുടെ സാന്നിധ്യം, ഇന്നൊത്തിരി ഉപയോഗിക്കുന്ന ഒരു പദമാണ് ദ പോസിറ്റീവ് എനർജി ദാറ്റ് യു ഷെയർ വിത്ത് അതേഴ്സ്. നമ്മളിൽ ചില ആളുകൾ വരുന്ന സമയത്ത് ദേ ഹാവ് എ പോസിറ്റീവ് എനർജി. ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഓർമ്മകളുടെ ഇടനാഴിയിലൂടെ. അതിലെ വേൾഡ് കൗൺസിലിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ഒരു അനുഭവം ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ കോപ്റ്റിക് ചർച്ചിൻ്റെ പോപ്പ് എന്നാണ് അദ്ദേഹത്തെ കോപ്റ്റിക് ചർച്ചിൻ്റെ തലവനെ വിളിക്കുന്നത്, പോപ്പ് ഷിനൂഡ. അദ്ദേഹം കമ്മിറ്റിയിലേക്ക് വരുന്നതായിട്ടുള്ള സമയത്ത് അദ്ദേഹത്തിന് പോലീസ് എസ്കോർട്ടുണ്ട്, ധാരാളം വസ്ത്രങ്ങളുണ്ട്, വടിയുണ്ട്, മറ്റ് എല്ലാം ഉണ്ട്. അതുമായിട്ടൊക്കെയാണ് വരുന്നത്. ഒരു പട വരുന്ന പോലെയാണ് അദ്ദേഹം. അങ്ങനെ ഒന്ന് നിന്നാൽ ഉടനെ തന്നെ ഈ ലോഹ അത് ഊരാനായിട്ട് ഒരു ഡീക്കനുണ്ട്, അതിൻ്റെ അടിയിൽ കിടക്കുന്ന ദൂരാനുണ്ട്, വടി കൊണ്ടുപോകാനായിട്ട് വേറൊരുത്തനുണ്ട്, സീറ്റ് പിടിച്ചിടാനായിട്ടുണ്ട്. അങ്ങനെ വലിയ ഒരു കയറി വരുമ്പോഴേ ആകപ്പാടെ ഒരു ഭയം തോന്നുന്ന പോലുള്ള വിവരമാണ്. എന്നാൽ റുമേനിയയിൽ നിന്ന് വരുന്ന ഒരു ബിഷപ്പുണ്ട്, ചെറുപ്പക്കാരനാണ്. അതിൽ ചിരിച്ചും കളിച്ചും അക്കരി. അയാൾ വരുന്ന ഉടനെ ഒരു ചിരിയാണ്. എന്തെങ്കിലും ഒരു തമാശയൊക്കെ പറഞ്ഞ് അയാൾ മുറിയിലേക്ക് വരും. ആൻഡ് എവരിബഡി ഗെറ്റ്സ് laugh. The atmosphere is changed. അവിടെ ഞാൻ മുമ്പേ പറഞ്ഞൊരു പോസിറ്റീവ് എനർജിയുടെ പ്രവാഹമാണ്. നമ്മുടെ ജീവിതം ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും, ഒരു നെഗറ്റീവ് എനർജി ആയിത്തീരരുത്. മൂന്നാമത് യേശുക്രിസ്തു ഇവിടെ പറഞ്ഞിരിക്കുന്ന ഉപമ എന്ന് പറയുന്നത് ന്യായവിധിയെക്കുറിച്ചാണ്. ഇറ്റേണൽ ജഡ്ജ്മെൻറ്റ്. ദൈവം ന്യായം വിധിക്കുന്ന ദൈവമാണ്. ഈ ചിന്ത നമ്മെ വളരെയധികം ജീവിതത്തെ അർത്ഥവത്തായി വിനിയോഗിക്കുന്നതിന് ഉപയുക്തമാകണം, ഭയപ്പെടുത്തുന്നതിനല്ല വിനിയോഗം. വി ഹാവ് എ ഗോഡ് ഹു ജഡ്ജസ് us. ദൈവന്യായം വിധിക്കുമ്പോൾ ആരെല്ലാം അതിൽ വിശുദ്ധരായി നീതിയുള്ളവരായി കണ്ടെത്തപ്പെടും എന്ന് നമുക്ക് പറഞ്ഞുകൂടാ. എന്നാൽ സൂചന നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ന്യായം വിധിക്കുന്നത് വാട്ട് ഈസ് എ ക്രൈറ്റീരിയ ഓഫ് ജഡ്ജ്മെൻറ്റ്. ഒരു മദ്യപനെ പിടിച്ചു കഴിഞ്ഞാൽ ആ മദ്യപാനിയെ ന്യായം വിധിക്കുന്നതിന് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നാളെ ഞാൻ പോയിടനെ എൻ്റെ കാറ് നിർത്തിവെച്ച് എൻ്റെ ഡ്രൈവറുടെ മൂക്കിൽ ഏതാണ്ട് ഒരു സാധനം കൊണ്ടുവച്ച് ഇങ്ങനെ മണപ്പിക്കുന്നുണ്ട്. എൻ്റെ മൂക്കിൽ ഏതായാലും വെച്ചില്ല. എൻ്റെ ഡ്രൈവർ കുടിക്കാത്തവനായതുകൊണ്ട് രക്ഷപ്പെട്ടു പോകാൻ വിചാരിച്ചു. കുടിക്കുന്നവർ വല്ലവരും കാണുമായിരിക്കും. മദ്യപാനത്തെ ജഡ്ജ് ചെയ്യുന്നതിനുള്ള യന്ത്രം ഇന്നുണ്ട്, അത് വെച്ച് അവരെ ചെക്ക് ചെയ്യും. ഈ എൻട്രി ഇൻ ടു ദ കിങ്ഡം ഓഫ് ഗോഡ് ജഡ്ജ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടെ സുന്ദരമായി യേശു ക്രിസ്തുവിലൂടെ പറയുന്നുണ്ട്, ഈ എളിയവന് ചെയ്തിരിക്കുന്നത് എല്ലാം നീ എനിക്ക് ചെയ്തിരിക്കുന്നതാണ്, ഈ എളിയവന് ചെയ്യാതിരുന്നതെല്ലാം നീ എനിക്ക് ചെയ്യാതിരുന്നു. എളിയവനെ വലിയവനായി കാണുന്നൊരു ദൈവമാണ്. നമ്മൾ എളിയവനെ ബലഹീനനായി കാണുമ്പോൾ ഇതാ എളിയവനെ വലിയവനായി VIP ആയിട്ട് കാണുന്നൊരു ദൈവമാണ്. ആ എളിയവൻ എപ്പോഴും അവിടെയല്ല, അവിടെ നിന്ന് ഉയർത്തപ്പെടുന്നു.
അപ്പോൾ ന്യായവിധി നടത്തുന്ന സന്ദർഭത്തിൽ ദൈവം നമ്മുടെ പ്രവൃത്തിക്കൊത്തവണ്ണമാണ് ന്യായവിധി നടത്തുന്നത്. അതുപോലെ ഇന്നെല്ലാം മനസ്സിൽ ശവസംസ്കാരമാകുന്നത്. ഒരു ശവസംസ്കാരം നടത്തുമ്പോൾ പാടുന്നൊരു ഗീതമുണ്ട്. ജീവിതത്തിൽ ഓരോരുത്തൻ കേട്ടിട്ടുണ്ട്, കേട്ടാ കുഴപ്പ. ജീവിതത്തിൽ ഓരോരുത്തൻ ചെയ്തിട്ടുള്ള പ്രവൃത്തിക്ക് തക്കവണ്ണം എല്ലാവനും പ്രതിഫലം നൽകും നാഥൻ. അപ്പോൾ ഈ മനുഷ്യൻ വലിയ കേമനായിരുന്നു, അതാണ് ഇതാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും കൂട്ടത്തിൽ പാടുന്നുണ്ട്, അവൻ ചെയ്ത പ്രവൃത്തിക്കൊത്തവണ്ണേ ദൈവം അവനോട് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഈ ലോക ജീവിതത്തിലെ പ്രവൃത്തിയെ കണക്കിലെടുത്ത് ന്യായം വിധിക്കുന്നൊരു ദൈവമുണ്ട്. പലപ്പോഴും നമ്മൾ വിചാരിക്കും വിശ്വാസത്താൽ നമുക്ക് എല്ലാം സാധ്യമാണ്, ഏത് കുരുത്തക്കേടും ചെയ്യാം എന്നാണ് കരുതുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിലെ ധാരാളം ഈ കൊലപാതകങ്ങളൊക്കെ നടത്തുന്നതിൽ കമ്മ്യൂണിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ടെററിസം അതിൻ്റെ പിന്നിൽ ഒരു കമ്മ്യൂണിറ്റിയെ കാണാൻ കഴിയും. ധാരാളം മദ്യപാനം അതിൻ്റെ പിന്നിൽ ഒരു കമ്മ്യൂണിറ്റിയെ കാണാൻ കഴിയും. മറ്റ് അഴിമതികൾ അതായത് അതിലൊക്കെ കാണാൻ കഴിയും. ഈ മദ്യപാനത്തിൽ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. ക്രിസ്മസിനും ഈസ്റ്ററിനുമാണ് ഏറ്റവും കൂടുതൽ മദ്യം ചെലവഴിക്കുന്നത്. നമ്മുടെ പ്രവൃത്തി എങ്ങനെയാണ്? ആ പ്രവൃത്തിക്കൊത്തവണ്ണം നമ്മളെ ന്യായം വിധിക്കുന്നൊരു ദൈവമാണ്, ജഡ്ജിങ് ഗോഡ്. രണ്ടാമത് ഇവിടെ കാണുന്നത് ദൈവം ന്യായം വിധിക്കുമ്പോൾ ഹി ടേക്ക് സൈഡ്സ്, പക്ഷം പിടിക്കുന്നൊരു ദൈവമാണ്. ഇവിടെ കാണുന്നത് എളിയവനോടുകൂടെ പക്ഷം പിടിക്കുന്നൊരു ദൈവമാണ്. The least, the lost. God who opts for the poor. ദൈവത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് ഓപ്ഷൻ ഫോർ ദ പൂവർ. ജനനം തന്നെ മെയിഞ്ചറിലാണ്, മരിക്കുന്നത് തന്നെ ഈ ജയിലറിലെ ജയിൽപ്പുള്ളികളോടുകൂടിയാണ്. യേശുക്രിസ്തുവിൻ്റെ സഞ്ചാരം എല്ലാം തന്നെ ദരിദ്രരായവർ, രോഗികളായവർ, ബലഹീനരോടുകൂടിയാണ്. ഓപ്ഷൻ ഫോർ ദ പൂവർ. ദരിദ്രന്മാരായ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നു. അതുകൊണ്ട് സഭയെ സംബന്ധിച്ചിടത്തോളം, ഇടവേളയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ദിസ് ഓപ്ഷൻ ഫോർ ദ പൂവർ. എന്നാൽ പൂവർ എന്ന് പറയുമ്പോൾ ഈ പട്ടിണി, പണം ബാങ്കിൽ നിക്ഷേപമില്ലാത്തവർ മാത്രമല്ല പൂവർ. വേദപുസ്തകത്തിൽ പൂവർ എന്ന് പറയുന്ന സമയത്ത് ദി റിച്ച് പീപ്പിൾ ആർ പൂവർ ഇൻ ലവ്. സ്നേഹത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ധാരാളം ധനവാന്മാരുണ്ട്. ദേ ആർ പൂവർ. ക്ഷമയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ധാരാളം പേരുണ്ട്, ക്ഷമിക്കാൻ കഴിയത്തില്ല. കരുതലിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട്. We are all poor in one way or another. You may be rich in dollars, but you may be very poor in taking care of your children or your parents. അതുകൊണ്ട് യേശുക്രിസ്തു ദരിദ്രരുടെ പക്ഷം പിടിക്കുന്നവനാണ്, അവരെ അതിൽ നിന്ന് വിമോചിപ്പിക്കുന്നവനാണ്. അതുകൊണ്ട് ന്യായം വിധിക്കുന്ന ഒരു ദൈവം, പക്ഷം പിടിക്കുന്ന ഒരു ദൈവം, അതുപോലെ പ്രതിഫലം നൽകുന്നൊരു ദൈവം. ഇവിടെ ഈ മൂന്ന് ഉപമയിൽ നാം കാണുന്നതാണ്. പ്രതിഫലം നൽകുന്നൊരു ദൈവം. അനുഗ്രഹിക്കപ്പെട്ടവരെ എൻ്റെ വലതുഭാഗത്തെ പ്രവേശിപ്പിക്കുന്നതാണ്. ശപിക്കപ്പെട്ടവരെ നിങ്ങൾ നിത്യ നരകത്തിലേക്ക് പോകുക. The two ways are there. The eternal life and the eternal perishment. നിത്യനാശവും നിത്യജീവനുമുണ്ട്. നമ്മുടെ ജീവിതമൊന്നും ഇവിടെ തീർന്നു പോകുന്നതല്ല. See, we had a life in the womb of our mother. കഴിഞ്ഞ ദിവസം ഞാനൊരു കൊച്ചു കുഞ്ഞിനെ കണ്ട്, 7 മാസമേ അവിടെ കിടന്നുള്ളൂ. അപ്പോഴത്തേക്ക് വെപ്രാളം പിടിച്ച് ആ പുള്ളിക്ക് പുറത്തു പോകും. You live some time in the womb of the mother. You have everything for the life in that womb. Then you come out and you have everything to live in the world. ഈ ലോകത്തിൽ ജീവിക്കുന്നു. Then again we go out from this world into the eternal world.
അപ്പോൾ ഈ ലോക ജീവിതത്തിലേക്ക് ആവശ്യമായതൊക്കെ നേടി നാം ഇവിടേക്ക് വരുന്നു. ഇവിടുന്ന് നിത്യതയിലേക്ക് വേണ്ടതെല്ലാം നേടിക്കൊണ്ടാണ് നാം നിത്യതയിലേക്ക് പോകേണ്ടത്. ഫ്യൂച്ചർ ലൈഫിനെക്കുറിച്ചുള്ള ഒരു അഫർമേഷനോടുകൂടെ പോകുവാനായിട്ട് കഴിയണം. അതുകൊണ്ട് ഹൂ ഈസ് അവർ ഗോഡ്? ഹീ ഈസ് എ ജഡ്ജിങ് ഗോഡ്. ന്യായം വിധിക്കുന്നൊരു ദൈവം. ന്യായവിസ്താരത്തിൽ നാം ആരും നരകത്തിലേക്ക് പോകാതെ നിത്യജീവങ്കിലേക്ക് പോകുവാൻ തക്കവണ്ണം യേശുക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുവാൻ കഴിയണം. അതോടൊപ്പം തന്നെ ദരിദ്രരുടെ പക്ഷം പിടിക്കുന്നൊരു ദൈവം. ഇല്ലായ്മ ഉള്ളിടത്ത് ആ ഇല്ലായ്മയെ നികത്തുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നൊരു ദൈവം. പാപത്തിൻ്റെ മധ്യത്തിലായിരുന്ന മനുഷ്യനെ അതിൽ നിന്ന് വിമോചിപ്പിക്കുന്നതിന് പാപമില്ലാത്തവൻ പാപികളുടെ മധ്യത്തിൽ ജനിച്ചു എന്നുള്ളതാണ്. ഇല്ലായ്മയിൽ നിന്ന് രക്ഷിക്കുന്നൊരു ദൈവം. അന്തിമമായി നമ്മളെ പ്രതിഫലം നൽകുക, കൈക്കൊള്ളുന്നൊരു ദൈവമാണ്. ആ 5 താലന്ത് വാങ്ങിയവൻ 5 താലന്തൂടെ കൊടുക്കുന്നു. ഇവിടെ ആ യജമാനൻ നഷ്ടപ്പെട്ടു പോയവരെ സ്വീകരിക്കുക ചെയ്യുന്നത്. അങ്ങനെ സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം ദൈവമിതാ തുറന്ന് നമുക്ക് നൽകിയിരിക്കുന്നു. നമ്മുടെ കർമ്മം കൊണ്ട്, നമ്മുടെ പ്രവർത്തനം കൊണ്ട് നമുക്കതൊരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. ദൈവം ന്യായം വിധിക്കുമ്പോൾ നാം വലതു ഭാഗത്ത് ദൈവത്തിൻ്റെ മഹത്വ സന്നിധിയിൽ എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കട്ടെ. ദൈവം എവിടെയോ അവിടെ ആയിരിക്കാൻ നമുക്ക് കഴിയണം. യേശു ബലഹീനരോടുകൂടെ, കഷ്ടപ്പെടുന്നവരോടുകൂടെ, വേദനിക്കുന്നവരോടുകൂടി അവിടെ ആയിരിക്കാൻ നമുക്ക് കഴിയണം. ദൈവം നമുക്ക് പ്രതിഫലം നൽകുമ്പോൾ നിറഞ്ഞ കൈകളുമായി പ്രതിഫലം വാങ്ങിക്കൊണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയണം. ഫലം പുറപ്പെടുവിച്ചുവെങ്കിൽ മാത്രമേ പ്രതിഫലം നമുക്ക് ലഭിക്കൂ. അതുകൊണ്ട് ദൈവനാമഹത്വത്തിനുമായി പ്രവർത്തിപ്പാൻ, ചിന്തിപ്പാൻ നമ്മെ തന്നെ മുഴുവനായി ഫലമേൽപ്പിക്കാം. ദൈവം നമ്മയെല്ലാം വാഴ്ത്തി അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ.